ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ മലയാള മാധ്യമങ്ങളടക്കം ബി.ജെ.പിക്ക് വലിയ ആശങ്കയാണെന്നും സർവേ ഫലത്തിൽ വലിയ ഇടിവുണ്ടായി എന്നും പറയുമ്പോൾ ഞങ്ങൾ MKT റിസർച്ച് വിങ്ങിലെ സവ്യസാചിയുടെ റിപ്പോർട്ടിലേക്ക് തന്നെ പോവുകയാണ്. നേരത്തെ ആക്സിസ് ഇന്ത്യ അടക്കമുള്ള ഈ സർവേ ഏജൻസികളുടെ ഒപ്പം 18 വർഷം പ്രവർത്തിച്ച് പരിചയമുള്ള ഈ സർവേ വിദഗ്ധൻ ഇപ്പോൾ ബി.ജെ.പിയുടെ ഇന്റേണൽ സർവേയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ബി.ജെ.പിക്ക് ആശങ്കയെന്ന് പറയാൻ കാരണം ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കുറയും എങ്കിലും ബി.ജെ.പി പ്രതീക്ഷിക്കാത്ത ചില സംസ്ഥാനങ്ങളിലെ കാര്യം ഈ മാധ്യമങ്ങൾ പറയുന്നില്ല. പക്ഷേ ബി.ജെ.പി മുൻപോട്ട് വെക്കുന്ന അവരുടെ ടോട്ടൽ സീറ്റിൻ്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം പറയുന്നത്. അതായത് നമുക്ക് ഓരോ സംസ്ഥാനത്തെയും സീറ്റിൻ്റെ എണ്ണം ഈ സർവേ പ്രകാരം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിൽ 73 തൊട്ട് 77 വരെ NDA നേടുമ്പോൾ ഇത് പറയുന്നത് ബി.ജെ.പിയുടെ മാത്രമല്ല NDAയുടെ ആണ്. അത് ബി.ജെ.പി സഖ്യകക്ഷിയുടെ ടോട്ടൽ സീറ്റാണ് പറയുന്നത്. ഉത്തർപ്രദേശ് 73, 77, മഹാരാഷ്ട്ര 34, 40, ബീഹാർ 33, 39, മധ്യപ്രദേശ് 28 to 29, രാജസ്ഥാൻ 23 to 25, കർണാടക 21 to 25. ഇവിടെ സീറ്റ് ബി.ജെ.പി കുറയുന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ ഈ മലയാള മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതിൽ ഒരു സംസ്ഥാനം. മറ്റൊന്ന് ഗുജറാത്താണ് 26-ൽ 26, വെസ്റ്റ് ബംഗാൾ ഇവിടെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അവിടെ കഴിഞ്ഞ തവണ 18 സീറ്റ് ഉണ്ടായിരുന്ന ബി.ജെ.പി ഇത്തവണ അത് 22 to 27 സീറ്റ് വരെ വർദ്ധിക്കുമെന്ന് പറയുന്നു. വലിയ മുന്നേറ്റം തന്നെ പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ സർവേ. ആസ 11 to 12, ഒഡീഷ 12 to 16. ഇതും ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ 8 സീറ്റ് നേടിയ സംസ്ഥാനം അവിടെ 12 to 16 ബി.ജെ.പി മാറുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. തെലുങ്കാന 8 to 10, അവിടെ 4 സീറ്റാണ് ഉണ്ടായത്. അത് 8 to 10 വരെ ആകാം എന്ന് പറയുന്നു. ജാർഖണ്ഡ് 12 to 13, ഡൽഹി 7-7 ഹരിയാന 8 മുതൽ 9 സീറ്റ് വരെ. അവിടെ കഴിഞ്ഞ തവണ 10-ൽ 10 നേടിയതാണ്. അവിടെ ഒരു സീറ്റ് ബി.ജെ.പിക്ക് കുറയുന്നുണ്ട്. ഉത്തരാഖണ്ഡ് 5 സീറ്റ്, ഛത്തീസ്ഗഡ് 9 to 11, ഹിമാചൽ പ്രദേശ് 4-ൽ 4 സീറ്റും, ജമ്മു കാശ്മീരിൽ 2 മുതൽ 3 സീറ്റ് വരെ ബി.ജെ.പി നേടിയേക്കാം എന്ന് പറയുന്നു. ഗോവയിൽ 2 സീറ്റും നേടും. തമിഴ്നാട് വളരെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ ഇതാദ്യമായിട്ടാണ് ഈ സർവേകളിലെല്ലാം ബി.ജെ.പിക്ക് 2-ലധികം സീറ്റ് നേടുമെന്ന് പറയുന്നത്. ഈ സർവേ പറയുന്നത് 2 തൊട്ട് 7 സീറ്റ് വരെ ബി.ജെ.പി നേടും എന്ന് തന്നെയാണ് പറയുന്നത്. ബി.ജെ.പി അവിടെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് 5 സീറ്റുകളിലാണ്. 4 നേടുമെന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നിടത്താണ് ഇത് 2 തൊട്ട് 7 വരെ പറയുന്നത്. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ 14 to 17, വലിയ മുന്നേറ്റം തന്നെ ആന്ധ്രാപ്രദേശിൽ എന്ന് പറയാം. കഴിഞ്ഞ തവണ ബിഗ് സീറോ ആയിരുന്നു. അവിടെയാണ് 14 to 17. NDAക്കാണ്. TDPയും ജനസേനയും ചേർന്ന് ബി.ജെ.പി മത്സരിക്കുന്ന ആന്ധ്രാപ്രദേശിൽ 25 സീറ്റാണുള്ളത്. അതിൽ 14 to 17 ബി.ജെ.പി നേടും എന്ന് പറയുന്നു. പഞ്ചാബിലേക്ക് എത്തുമ്പോൾ അത് 1 to 3, 2 സീറ്റാണ് ബി.ജെ.പിക്ക് ഉള്ളത്. അത് 1 സീറ്റ് വർദ്ധിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ 1 സീറ്റ് മുതൽ 2 സീറ്റ് വരെ നേടാമെന്നും ഈ സർവേ പറയുന്നു. ഇവിടെ ടോട്ടൽ സീറ്റ് NDAക്ക് നേടാൻ കഴിയുന്ന ടോട്ടൽ സീറ്റ് 267 തൊട്ട് 419 സീറ്റ് വരെ NDA നേടിയേക്കാമെന്ന് പറയുന്നു. ഇവിടെ ബി.ജെ.പി തനിച്ച് ഒറ്റയ്ക്ക് 315 മുതൽ 348 സീറ്റ് വരെ നേടാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സർവേയിൽ പറയുന്നത്. ബി.ജെ.പി 370 സീറ്റ് നേടുമെന്നായിരുന്നു അവർ പ്രഖ്യാപിച്ചിരുന്നത്. അതായിരിക്കാം ഒരുപക്ഷെ ഈ മാധ്യമങ്ങൾ പറയുന്നത് ബി.ജെ.പിക്ക് ആശങ്ക എന്ന്. ഏതായാലും ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് സർവേ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.